കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. ശ്രീകൃഷ്ണന്റെ ചിത്രത്തോടുകൂടി വിഷു ആശംസാ കാർഡ് ഇറക്കിയതിൽ ആലപ്പുഴ ചേർത്തല പോലീസ് കേസെടുത്തു. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. അബദ്ധം പറ്റിയതാണെന്നും നിരുപാധികം മാപ്പ് ചോദിക്കുന്നുവെന്നും ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലും അടിയോ, എന്ത് അടിമാലി ഫാമിലിയോ? മെഹർ മന്ദിർ റെസ്റ്റോറന്റ് വിഷുവിനിറക്കിയ ഈ ആശംസാ കാർഡാണ് വിവാദമായിരിക്കുന്നത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. ചേർത്തല പോലീസ് സ്വമേധയാ കേസെടുത്തു. മതനിന്ദ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ പോയാ? ഹോട്ടൽ ഉടമയെ അറസ്റ്റ് ചെയ്തു. വിശ്വാസികൾക്കുണ്ടായ വിഷമത്തിന് ഹോട്ടൽ ഉടമകൾ നിരുപാധികം മാപ്പ് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു മതത്തെ അവഹേളിക്കാനോ വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയല്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്തല്ല. എല്ലാവരിലേക്കും ഒരു ആശയം എത്തിക്കുക, ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? പക്ഷെ അതിപ്പം എല്ലാ സോഷ്യൽ മീഡിയകളും അതുപോലെ മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കേസായി ഞാൻ കൊടുക്കില്ലേ? ചാണ്ടി ചായം കൊടുക്കില്ലേ? ആ ഈ ജോസ് കൊടുക്കില്ലേ? ഞാനോ? നീയും കൊടുക്കും. പുറത്തൊരാളെ കൊണ്ടാണ് ആ പോസ്റ്റർ ചെയ്യിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ നീ ഒന്നും പണയണ്ട. സഹോദര സമുദായങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ആ ഒരു ചെറിയൊരു മനസ്സിന് ചെറിയൊരു വിഷമം. ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? നമുക്ക് അറിയാൻ കഴിഞ്ഞു. തികച്ചും ഞങ്ങളുടെ അറിവോടുകൂടി ചെയ്തതല്ല. ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും. ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ. അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ആ പോസ്റ്റർ അങ്ങനെ സംഭവിച്ചു പോയതാണ്. കരയാണ്ടിരിക്കുക. നിന്റെ അപ്പൻ വിശ്വസിച്ചു.